KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും ഉണ്ടായി. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് സിനിമ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധം ഉണ്ടായത്. പത്തനംതിട്ട സ്വദേശി ലക്ഷ്മി ആർ ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ മറ്റു യാത്രക്കാരും പിന്തുണയുമായി എത്തിയതോടെ ബസ്സിലെ TV ഓഫ് ചെയ്തു. ഞാൻ ഇന്നലെ ഫാമിലി ആയിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരേക്ക് വരികയായിരുന്നു. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ദിലീപിൻ്റെ പറക്കുന്നളി എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവദാസപുരത്ത് നിന്ന് അടൂർ വരെ 2-2.5 മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിത് കണ്ടക്ടറോട് അറിയിച്ചു. വെറുതെ പ്രതികരിക്കായിരുന്നില്ല, ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് 99% പേരും ആ ബസ്സിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, യഥാർത്ഥത്തിൽ KSRTC ബസ്സിൽ സൂപ്പർ ഫാസ്റ്റിലാണ് ഈ ചിത്രം ഇട്ടിരുന്നത്. പിന്നീട് അവരെ ഈ ആളുകളുടെ എതിർപ്പ് പരിഗണിച്ചാണോ ആ TV ഓഫ് ചെയ്തത്? അതെ SKN, അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ ഇന്നലെ ദിലീപിന്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു. പറക്കന്തളിക എന്ന് പറയുന്ന ഒരു സിനിമയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരം കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് കയറിയ ലക്ഷ്മി ആർ ശേഖർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയായിരുന്നു. ഈ ചിത്രം ഈ ബസ്സിലിരുന്ന് കണ്ടുകൊണ്ട് പോകുന്നതിന് തനിക്ക് പ്രയാസമുണ്ട്, ഇത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ടക്ടറെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഇതിനകത്ത് ആദ്യം ചില ആളുകൾ ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും പിന്നീട് ഈ ലക്ഷ്മിക്കൊപ്പം സഹകരിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെ ലക്ഷ്മി കൂടുതൽ പ്രതിഷേധം അറിയിച്ചതോടുകൂടി കണ്ടക്ടർ സിനിമ ഓഫ് ചെയ്യുക, TV ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം ലക്ഷ്മിയോട് വട്ടപ്പാറയിൽ ഇറങ്ങി മറ്റൊരു ബസ്സിൽ കയറി പോകണം എന്നൊരു കാര്യം കണ്ടക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.